ട്രംപിൻ്റെ ചിന്തകളിൽ ആക്ഷൻസിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റം ആഗോള വിപണിയിലും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നം. അതായത് ട്രംപ് പറഞ്ഞു എല്ലാ താരിഫ് രാജാക്കന്മാരെയും ഞാൻ നേരിടും. അതായത് ചൈനയ്ക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തി, മെക്സിക്കോയ്ക്ക് താരിഫ് 25%, അതുപോലെ കാനഡയ്ക്ക് 25%. കാനഡയോട് പറഞ്ഞു ഞാൻ താരിഫൊക്കെ പിൻവലിക്കാം, നിങ്ങൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് മാറണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആക്രോശങ്ങളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡിമാൻഡ്സുമായിട്ടാണ്. അപ്പോൾ അവരൊക്കെ റിയാക്ട് ചെയ്തു എന്ന് മാത്രമല്ല, മെക്സിക്കോയിൽ നിന്ന് വന്നവരെയൊക്കെ തിരിച്ചയക്കുന്നു. പിന്നെ അതുപോലെ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ അമേരിക്കൻസിന് തന്നെ അറിയാം മെക്സിക്കോയിൽ നിന്ന് ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്, പക്ഷെ അവരാണ് അവരുടെ എല്ലാ കാഷ്വൽ വർക്കുകളും വളരെ കുറഞ്ഞ കൂലിയിൽ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയുടെ. അപ്പോൾ ഈ മെക്സിക്കൻസിനെ ഒക്കെ പുറത്താക്കുക എന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപിൻ്റെ ഡംപ് പോലെയല്ല കാര്യങ്ങൾ നടക്കുക. അമേരിക്കയുടെ തന്നെ GDP പെട്ടെന്ന് താഴേക്ക് പോകും. കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും, അതായത് അവിടെയൊക്കെ ചെയ്യേണ്ട കാഷ്വൽ വർക്കിൽ നല്ല ഒരു ഭാഗവും ഈ മെക്സിക്കോയിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടുള്ളവരാണ്, അല്ലാണ്ട് അമേരിക്കൻസ് അല്ല ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ പെട്ടെന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി വളരെ ഉയർന്ന തിരിച്ചടിയായിരിക്കും ട്രംപ് അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ അതുപോലെ തന്നെയാണ് ഇന്ത്യയോട് തിരിച്ചടി. ഇപ്പം ഇന്ത്യയെ, അതായത് നമുക്കറിയാം ചങ്ങലക്കിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പ്ലെയിനിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ കൊണ്ടുവന്നത്. അവരത് അർഹിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ആലോചിക്കാതെ അങ്ങനെ ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാരെ തന്നെ എന്താ പറയുക ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും. അപ്പം അത്തരം ഒരു അവസ്ഥയിൽ ഇന്ത്യക്കാർ തിരിഞ്ഞു നിന്നാലെങ്ങനെ ഇരിക്കും? ഇന്ത്യക്കാർ തിരിഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അങ്ങനെ ഉള്ള ഒരു ഓർഗനൈസേഷൻ ഒന്നും ഇന്ത്യക്ക് പുറത്ത് എവിടെയും ഇല്ല എന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ നരേന്ദ്രമോദിജി പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളല്ലാതെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങളല്ല ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. നമ്മുടെ ടെക്നീഷ്യൻസ് ആണ് അമേരിക്കയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്കൊക്കെ അറിയാം. അതായത് ടെക്നോക്രാറ്റ്സ്, ഇന്ത്യയിൽ നിന്നുള്ള എത്രയോ ടെക്നോക്രാറ്റ്സ് ട്രംപിൻ്റെ കൂടെ തന്നെയുണ്ട്. എലൺ മസ്കിനോടൊപ്പം എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന പലരും ഇന്ത്യക്കാരായ ടെക്നോക്രാറ്റ്സ് ആണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് H1N1 മിസൈൽ ചെന്നിട്ടുള്ള മിടുക്കര GRE ഒക്കെ എഴുതി അവിടെ ചെന്നിട്ടുള്ള അവരെ ഒന്നും തിരിച്ചയക്കാതെ അവിടെ തന്നെ ജോലി കൊടുത്ത് അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ്. അല്ലാണ്ട് ഇന്ത്യക്കാരെയല്ല സുരക്ഷിതരാക്കുന്നത്. ഇവിടെ നിന്നുള്ള ടെക്നോളജി മറ്റേതൊരു രാജ്യത്തു നിന്നുമുള്ള സാങ്കേതിക മികവിനെ ഒപ്പിയെടുക്കുക, അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അമേരിക്ക ഈ $28 ട്രില്യൺ ഉടമയായിട്ട് മാറുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അതിനു മുൻപും, അതായത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് വാർ ഷാറ്റേഡ് ഇക്കോണമി ആയിരുന്നു അമേരിക്ക. അതായത് സഖ്യകക്ഷികളൊക്കെ വാർ ഷാറ്റേഡ്, എല്ലാവരും തന്നെ വാർ ഷാറ്റേഡ് ഇക്കോണമീസ് ആയിരുന്നു. ആ രാജ്യങ്ങളൊക്കെ പൊങ്ങി വന്നപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ കരുത്താർജിച്ച് വളർന്നു വന്നത് അമേരിക്കയാണ്. കാരണം അമേരിക്കൻസ് അത്ര കഠിനാധ്വാനികളായിരുന്നു. അപ്പോൾ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒന്നാമത്തെ GDP രാജ്യമായി അമേരിക്ക ഉയരാനുള്ള കാരണം. പിന്നെ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ല. അതാണല്ലോ ലോകത്തെവിടെയുമുള്ള സാങ്കേതിക വിദഗ്ധരെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള പരീക്ഷാ രീതികൾ. അതേസമയത്ത് മറ്റു രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ പണം കൊടുത്ത് ആർക്കും വേണമെങ്കിൽ പോയി പഠിക്കാം. അവിടെ എഫിഷ്യൻസി ഒരു മാനദണ്ഡമേ അല്ല. പക്ഷെ അമേരിക്കയിൽ അതല്ല. GRE പോലെയുള്ള പരീക്ഷകൾ എഴുതി മാത്രമേ അതിനകത്തേക്ക് എൻട്രി ഉള്ളൂ എന്ന് പറയുമ്പോൾ മിടുക്കർക്ക് സ്വാഗതം, അല്ലാത്തവർ വേണ്ട എന്ന ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഗുണം ചെയ്തിരുന്നു. അപ്പോൾ ട്രംപ് അതിൻ്റെ ഗുണഭോക്താവാണ് സത്യം പറഞ്ഞാൽ ട്രംപ് എന്ന പ്രസിഡന്റ്. അപ്പം അദ്ദേഹം കുറച്ചും കൂടി തൻ്റെതായ കോൺട്രിബ്യൂഷൻസ് നടത്തണം എന്ന് വിചാരിച്ചാണ് ഇത്തരം വൻപം എന്താ പറയുക ആർഗ്യുമെൻസും ഒക്കെ ആയിട്ട് മുൻപോട്ട് വരുന്നത്. അങ്ങനെ വന്ന സ്ഥിതി അല്ലാണ് ഈ താരിഫുകൾ അമേരിക്ക എല്ലാ രാജ്യങ്ങളിൽ നിന്ന്, ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒറ്റ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ധാരാളമായിട്ട്. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിൽ വലിയ തരത്തിൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനും അതുപോലെ തന്നെ വലിയ തരത്തിൽ താരിഫ് ഏർപ്പെടുത്തും. അങ്ങനെ താരിഫ് ഏർപ്പെടുത്തിയാൽ നമ്മുടെ രണ്ട് രാഷ്ട്രങ്ങളുടെയും ഒരു വ്യാപാര യുദ്ധം പോലെ, അതിൽ ആര് ജയിക്കും ആര് തോക്കും. അപ്പോൾ ഈ അന്താരാഷ്ട്ര രംഗത്ത് വ്യാപാര യുദ്ധം ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ട്രംപിൻ്റെ ഈ പറയപ്പെട്ട നയപരിപാടികൾ.
അങ്ങനെ വരുന്നത് പിന്നെ WTOയുടെ പ്രസക്തി തന്നെ ഇല്ലാതെയാക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ WTOയുടെ പ്രസക്തി തന്നെ WTOയിലെ പിന്നെ നേതാക്കന്മാർ ഉദ്യോഗസ്ഥർ അവരുടെ ആ ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ലോകരാജ്യങ്ങൾ പെരുമാറുന്നില്ല എന്ന് വന്നാൽ പിന്നെ WTOയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളി മാറ്റിയിരിക്കുന്നു.